വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേൽ സൈന്യം ഗസയിലെ ഖാൻ യൂനിസിലും ഗസ സിറ്റിയിലും ആക്രമണം തുടരുകയാണ്. 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രായേലിന് ഈ ആക്രമണങ്ങൾക്കിടയിലും കൈമാറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. ഗസയിലെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് നിന്ന് തങ്ങളുടെ പോരാളികളെ 24 മണിക്കൂറിനകം ഒഴിപ്പിക്കണമെന്ന് ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ ഹമാസിനെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സമയപരിധി പാലിച്ചില്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. സുഹൈൽ അതിന്റെ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ഒടുക്കം 2 മൃതദേഹങ്ങൾ കൂടി വിട്ടു നൽകാൻ ഇപ്പോൾ ഹമാസിന് കഴിഞ്ഞത് എങ്ങനെയാണ്? കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ വേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ മൃതദേഹങ്ങൾ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് എന്നൊരു മറുപടി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ നിർബാധം ഇസ്രായേൽ ആക്രമണം തുടരുന്നത്? ഗുഡ് മോർണിംഗ് ഷെയ്ഖുദ്ദീൻ ഡൽഹി. കഴിഞ്ഞ ദിവസവും ഖാൻ യൂണിസിലെ 10 ഇടങ്ങളിലാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പല ഇടങ്ങളിലും ഇവരുടെ ഗസക്കാരുടെ ടെന്റുകൾ നശിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഹമാസിന്റെ പോരാളികൾ അവിടെ ഒളിച്ചിരിക്കുന്നു എന്ന പറഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ബന്ദികളെ കൈമാറിയതിനു ശേഷവും ആക്രമണം തുടരുന്നു. നമുക്കറിയാം 15 ബന്ദികളുടെ മൃതദേഹം ഇപ്പോൾ കൈമാറി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 13 ബന്ദികളുടെ മൃതദേഹം കൂടിയാണ്. അത് വീണ്ടെടുക്കുവാൻ കുറച്ചുകൂടി പ്രയാസമുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത്. ആയിരക്കണക്കിന് മൃതദേഹം അത് ഫലസ്തീനികളുടേതടക്കം ഈ കൂമ്പാരങ്ങൾക്കിടയിൽ, മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ, അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് പുറത്തെടുക്കാൻ കൂടുതൽ ആയുധങ്ങളും ഉപകരണങ്ങളും വേണം എന്ന് നിരന്തരമായി ഹമാസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നൽകാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേപോലെ തന്നെ UN അടക്കമുള്ള ഏജൻസികളുടെ പ്രവർത്തനങ്ങളെയും ഇസ്രായേൽ തടയുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മേഖലകളിൽ, പ്രത്യേകിച്ചും തഫ, ഷുജാഇയ അടക്കമുള്ള പ്രദേശങ്ങൾ, വടക്കൻ ഗസയിലെ പ്രദേശങ്ങളിൽ നിരന്തരമായി വീടുകൾ തകർക്കുകയാണ്. ഇപ്പോൾ നേരെ വ്യോമാക്രമണം മാത്രമല്ല, ടാങ്കുകൾ അങ്ങോട്ട് കടന്നുകൊണ്ട് വീടുകൾ തകർക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തുടരുന്ന ഒരു സമയത്ത് തന്നെയാണ് പ്രത്യാക്രമണവും പ്രതിരോധവും എങ്ങനെ തടയാം എന്നുള്ളതിന് മധ്യസ്ഥരെ കൂടി കളത്തിലിറക്കി ഇസ്രായേൽ തടയിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഗസയെ 2ആയി പകുത്തിയിട്ടുണ്ട്. ഒരു ഭാഗം ഹമാസിന്റെ നിയന്ത്രണത്തിലും ഒരു ഭാഗം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 53% ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. മഞ്ഞ വര വരച്ചിട്ടുണ്ട്. അതിനിപ്പുറത്തേക്കുള്ളത് എല്ലാം IDF നിയന്ത്രണത്തിൽ ആണ്. അവിടെ കൃത്യമായി തന്നെ അവരുടെ യുദ്ധ ടാങ്കുകളും എല്ലാ ആയുധങ്ങളും നിരന്നു നിൽക്കുന്നു. അതിന് താഴെ തുരങ്കങ്ങളിൽ ഹമാസ് പ്രവർത്തകരുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കണ്ടെത്തിയിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്നും പല ആക്രമണങ്ങളും അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അത് തുടരുകയാണെങ്കിൽ 24 മണിക്കൂറിന്റെ ഒരു സമയക്രമം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അവരെല്ലാവരും ആ മഞ്ഞ വരയും കടന്ന് തുരങ്കങ്ങളിൽ നിന്നും ആ ഭാഗത്തേക്ക്, ഹമാസ് നിയന്ത്രണത്തിലുള്ള ഭാഗത്തേക്ക് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ല എങ്കിൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. നമുക്കറിയാം ഈ മുന്നറിയിപ്പ് ഹമാസ് വകവെക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് അവരുടെ ഇതുവരെയുള്ള കഴിഞ്ഞ 3 വർഷത്തോളമുള്ള യുദ്ധത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ സമയത്തെല്ലാം ഈ തരത്തിലുള്ള പല ഭീഷണികളും അവർ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വകവെക്കാതെയാണ് ഇത്രയും നേരം അവർ അതിജീവിച്ചിട്ടുള്ളത്. ഈ ഒരു ഭീഷണിയെയും അവർ അതിജീവിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നൽകിയിരിക്കുന്നത് മീഡിയേറ്റേഴ്സ് ആണ്, ഖത്തറും ഈജിപ്തുമാണ് എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു വെടിനിർത്തൽ പദ്ധതിയുടെ ഭാഗമായി അവർ മാറി നിൽക്കുമോ? ഈ നിയന്ത്രണം, ഈ ഗസയുടെ പകുതി ഭാഗത്തിന്റെ നിയന്ത്രണം ഇസ്രായേലിന് തന്നെ വിട്ടുകൊടുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ്. എന്നാൽ ഇന്നലെ 2 ബന്ദികളുടെ മൃതദേഹം കൈമാറിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള മൃതദേഹം വൈകിപ്പിക്കുകയാണ് ഹമാസ് എന്ന ഒരു ആരോപണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉന്നയിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ 2ാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്കറിയാം അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ്. അപ്പോൾ ഹമാസിന്റെ നിരായുധീകരണം വൈകിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഹമാസ് ചെയ്യുന്നതാണ് ഈ ബന്ദി കൈമാറ്റത്തിന്റെ വൈകിപ്പിക്കൽ എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ആരോപണം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഗസയുടെ ഭരണം മറ്റൊരു ഏജൻസിക്ക് കൈമാറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള ഒരു ഏജൻസിക്ക് കൈമാറാനുള്ള ശ്രമങ്ങൾ വളരെ ഗൂഢമായി നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഖത്തറും അതേപോലെ തന്നെ ഈജിപ്തും തുർക്കിയും ഒക്കെ ചേർന്നുകൊണ്ട് ഹമാസിന് കൂടി സ്വീകാര്യമായ ടെക്നോക്രാറ്റുകളുടെ ഒരു സംഘത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് മറുഭാഗത്ത് ഇസ്രായേൽ
GHF പോലെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ കൂട്ടക്കൊല കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഒരു ടീമിനെ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു. ആരുടെ തന്ത്രങ്ങളാണ് വിജയിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.